നമസ്കാരം. വയനാട് കൊട്ടിക്കലാശമൊക്കെ കഴിഞ്ഞു. പക്ഷേ നമ്മുടെ പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പച്ചപ്പേടി ഇതുവരെ മാറിയിട്ടില്ല. എന്ത് ചെയ്യാനാണല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നാളെ അല്ലെങ്കിൽ 13-ാം തീയതി എല്ലാവരും കൂടി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി അവിടേക്ക് പോവുകയാണ്. നെട്ടോട്ടം പോവുകയാണ്. രാവിലെ 8 മണി മുതൽ തന്നെ എല്ലാവരും തിരക്കിലായിരിക്കും. വൈകുന്നേരം 5 മണി വരെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. വോട്ട് രേഖപ്പെടുത്താനുള്ള സമയമാണ്. അല്ല, ഇപ്പം നിശബ്ദമായ പ്രചരണമാണ് മണ്ഡലങ്ങളിൽ നടക്കുന്നത്. 2 മണ്ഡലങ്ങളിൽ, ചേലക്കരയും വയനാടും. വയനാട്ടിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ മാറി മറിഞ്ഞിട്ടും വലിയ 1-2 റോഡ് ഷോകൾ നടത്തിയിട്ടും രാഹുൽ ഗാന്ധി വന്നിട്ടും എന്തിനേറെ കേരളത്തിലെ മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം കൂടി അവിടെ അണിനിരന്നിട്ടും എന്തുകൊണ്ടാണ് ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിക്ക് ഈ പച്ചയോടുള്ള പേടി മാറാത്തത്? ഇവിടെ റോഡ് ഷോയ്ക്കിടയിലാണ് തരുവണ എന്ന് പറയുന്ന സ്ഥലത്ത്, മാനന്തവാടി നിയോജക മണ്ഡലത്തിലാണ് ഈ തരുവണ വരുന്നത്. ഈ തരുവണയിൽ അവിടുത്തെ ലീഗ് പ്രവർത്തകരെല്ലാം കൂടി റോഡ് ഷോയ്ക്ക് സ്വീകരണം അവരുടെ ഒരു വേദി വെച്ചൊരുക്കി. അവിടെ പച്ചക്കൊടികളുമൊക്കെ, ലീഗിൻ്റെ കൊടിയുടെ നിറം പച്ചയാണ് നമുക്കറിയാം. അവിടെ കൊണ്ടുവന്ന് പ്രിയങ്ക ഗാന്ധിക്ക് സ്വീകരണം, അവർക്ക് സംസാരിക്കാൻ വേണ്ടി. പ്രിയങ്ക ഗാന്ധി അവിടെ നിന്ന് ഒളിച്ചോടി. പ്രിയങ്ക ഗാന്ധി വേദിയിൽ കയറിയില്ല, സംസാരിക്കാനും കയറിയില്ല. ഭയം. ആർക്കെതിരെയാണ് ഇവിടെ പോരടിക്കേണ്ടത്? അത് BJPക്കെതിരെ ഞങ്ങൾ പോരടിക്കും. BJPയുടെ മുസ്ലിം വിരുദ്ധതയ്ക്കെതിരെ, അതീവ ഹിന്ദു തീവ്രവാദത്തിനെതിരെയാണ് ഞങ്ങൾ പോരടിക്കുന്നത്. രാജ്യത്ത് മതേതരത്വം നിലവിൽ വരാൻ വേണ്ടിയിട്ട് മതേതരത്വത്തിന് വേണ്ടി പോരടിക്കുന്ന ഒരു മതേതര പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ BJP സർക്കാരിനെതിരെ, നരേന്ദ്രമോദിക്കെതിരെ, അമിത്ഷായ്ക്കെതിരെ എല്ലാം ശക്തമായി ഞങ്ങൾ പ്രതികരിക്കും. പക്ഷേ ലീഗിനെ ഞങ്ങൾ കൂടെ നിർത്തില്ല. മോശമല്ലേ അത്? എന്താണ് ലീഗിനോട് ഇത്ര ഭയം? മറ്റൊന്നുമല്ല, ലീഗിൻ്റെ പതാക അല്ലെങ്കിൽ അവരുടെ കൊടി കഴിഞ്ഞ കാലങ്ങളിൽ പിടിച്ചപ്പോൾ അത് എപ്പോഴോ അവിടെയുള്ള സംഘപരിവാർക്കാർ പറഞ്ഞു പരത്തി ഇവിടെ രാഹുൽ ഗാന്ധി പാകിസ്ഥാൻ അനുകൂലിയാണെന്നത്രേ. സത്യമായിരിക്കും. ആ ഭയത്തിൽ ഇവിടെ വയനാട് പോലെ ഒരു ജില്ലയിൽ, വയനാട് പോലെ ഒരു മണ്ഡലത്തിൽ, മുസ്ലിം ഭൂരിപക്ഷം ഏറ്റവും കൂടുതലുള്ള ഒരു മണ്ഡലത്തിൽ, ലീഗുകാർ ഏറ്റവും കൂടുതലുള്ള ഒരു മണ്ഡലത്തിൽ എന്തുകൊണ്ടാണ് ഈ പച്ചപ്പേടിയും കൊണ്ട് പ്രിയങ്ക ഗാന്ധി നടക്കുന്നത്? അത്രയ്ക്ക് ലീഗിനെ പേടിയാണെങ്കിൽ തൻ്റെ ഇടത്തോടെ പറയാൻ ഈ കോൺഗ്രസ്സുകാർക്ക് നട്ടലുണ്ടോ? ഞങ്ങൾക്ക് ലീഗിൻ്റെ വോട്ട് വേണ്ട. കഴിഞ്ഞ തവണ എന്താ ചെയ്തത്? അവിടെ ലീഗുകാർ കൊണ്ടുവന്ന കൊടി, രാഹുൽ ഗാന്ധി മത്സരിക്കാൻ ഇറങ്ങിയ സമയത്ത് രാഹുൽ ഗാന്ധി പ്രത്യേകം പറഞ്ഞിരുന്നു, ലീഗുകാരെല്ലാം കൊടി ഊരി പോക്കറ്റിൽ വയ്ക്കുക, ബലൂൺ മാത്രം മതി അത്രേ. ഈ ബലൂൺ കണ്ടുപിടിച്ചിട്ട് ബലൂണിൻ്റെ പുതിയൊരു സംവിധാനം കൊണ്ടുവന്നു. ബലൂൺ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നടത്താം, റോഡ് ഷോകൾ നടത്താം എന്ന് പറയുന്ന പുതിയൊരു രീതി കൊണ്ടുവന്നു. പിന്നെ എന്തിനാണ് കൊടി? പിന്നെ എന്തിനാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും കൊടി കൊടുത്തിരിക്കുന്നത്? എന്തിനാണ്? അങ്ങനെ ഒരു കൊടിയുടെ ആവശ്യമില്ലല്ലോ. ഇനി ബലൂണുകൾ പോരെ. അപ്പോൾ ഈ പച്ച ബലൂണുകൾ മാത്രം കൊണ്ട് നടന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത് മോശമല്ലേ? അല്ല, ഈ രീതിയിലാണ് പ്രിയങ്ക ഗാന്ധിയുടെ പേടിയും പച്ചയോട് അതിശക്തമായ ഭയം. ഇനി ഞങ്ങൾ എന്നിട്ട് അവിടെ ടി സിദ്ദിഖ് ഇതിനകത്ത് ന്യായീകരിച്ചുകൊണ്ട്, ടി സിദ്ദിഖ് സത്യത്തിൽ UDFൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാഗമാണല്ലോ. ടി സിദ്ദിഖുമായി വാക്ക് തർക്കത്തിലെത്തി. ടി സിദ്ദിഖ് പറഞ്ഞ് അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ പച്ചക്കൊടിയോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. അത് ന്യായീകരണത്തിൻ്റെ ആവശ്യമുണ്ടല്ലോ. ഏറ്റവും ഒടുവിൽ എന്ത് സംഭവിച്ചു? അവിടെ 2 UDFൻ്റെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും ലീഗിൻ്റെ പ്രവർത്തകരും വാക്കേറ്റമായി, തമ്മിത്തല്ലായി, ഉന്തും തള്ളുക എന്ന് വേണ്ട സകലമാന പ്രശ്നങ്ങളിലേക്കും കൊണ്ടെത്തിച്ചു. എന്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിക്ക് സംസാരിക്കാൻ കഴിയാതെ പോയത്? നിങ്ങൾക്ക് ഒരു കാര്യമുണ്ട്, രാഹുൽ ഗാന്ധിക്കാണെങ്കിലും പ്രിയങ്ക ഗാന്ധിക്കാണെങ്കിലും ഇപ്പോഴും നരേന്ദ്രമോദി എന്ന് കേട്ടാൽ മുട്ടിടിക്കും. അത് തന്നെ കാര്യം. നരേന്ദ്രമോദി എന്നും അമിത്ഷാ എന്നും കേട്ടാൽ മുട്ടിടിക്കുന്ന 2 പേരാണ്. സംഘപരിവാർ രാഷ്ട്രീയത്തെ ഇപ്പോഴും കൂറോടുകൂടി നോക്കിക്കാണുന്നവരാണ് ഇവർ 2 പേരെന്ന് പറയേണ്ടി വരും. അവരുടെ മുന്നിൽ ഭയപ്പാടോടുകൂടി നിൽക്കുന്നവരാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. അല്ലെങ്കിൽ തൻ്റെ ഇടത്തോടെ പറയാൻ, ഞങ്ങളുടെ ഇവിടെ കേരളത്തിലെ ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അവരുടെ കൊടി ഞങ്ങൾക്ക് പിടിക്കുന്നതിന് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തകരെ ഉൾക്കൊള്ളിക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. ആ പ്രവർത്തകരെ ഞങ്ങളോടൊപ്പം നിർത്തുന്നതിനോ അവരുടെ കൊടി ഞങ്ങളുടെ പ്രചാരണ രംഗങ്ങളിലോ പിടിക്കുന്ന ഞങ്ങൾക്ക് ധൈര്യത്തോടു കൂടി ചെയ്യും എന്ന് പറയാനുള്ള ഊർജം എന്തുകൊണ്ട് ഈ പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഇല്ല? അവർ പരിപാടി സംഘടിപ്പിച്ചു, ഒരു സ്വീകരണം സംഘടിപ്പിക്കുന്നു, അവിടെ പ്രസംഗിക്കാനുള്ള മൗലികമായ ഉത്തരവാദിത്വം പ്രിയങ്ക ഗാന്ധിക്കില്ലേ? ലീഗുകാർ ഒരുക്കിയ വേദിയിൽ എന്തുകൊണ്ട് അവരെ നിഷ്കരണം തള്ളിക്കളഞ്ഞു? അവരുടെ വോട്ട് വേണ്ടേ ഇത്തവണ ജയിക്കാൻ? അതെന്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധി മറന്നു പോകുന്നു? അപ്പോൾ അതാ പറഞ്ഞത്, സംഘപരിവാർ രാഷ്ട്രീയത്തിനോട് സന്ധി ചെയ്യാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ, ആ സന്ധി ചെയ്യുന്നതിനിടയിൽ കൂടെ നിൽക്കുന്നവരെ പോലും കാല് വാരുന്ന കോൺഗ്രസ് രാഷ്ട്രീയം, അതുതന്നെയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ വയനാട്ടിലും കാണുന്നത്.
ഇവിടെ ഈ മുസ്ലിം ലീഗിന് ഏറ്റവും ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശമാണ്. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് കാരണം ലീഗിന്റെ വോട്ട് തന്നെയാണ്. എന്നിട്ട് അതങ്ങ് മറന്നു കളയുക. പക്ഷേ അവിടുത്തെ ലീഗുകാർ തിരിഞ്ഞു ചിന്തിക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. ഇത്തരത്തിൽ ഒരു തനിക്ക് തങ്ങളോടൊപ്പം കൂട്ടാൻ അല്ലെങ്കിൽ എന്തോ അപമാനമാണ് ലീഗ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് എന്ന് കരുതുന്ന ഇത്തരക്കാർക്ക് വോട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് ലീഗാണ് തീരുമാനിക്കേണ്ടത്. ഇത്തരക്കാരുടെ കൂടെ ഇനി സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കണോ എന്നുള്ള കാര്യം അത്രയും ഗതികേടിലായിപ്പോയെന്നേ. ഈ കാര്യം ഇവിടുത്തെ ബാക്കിയുള്ള UDF കാരൊന്നും പ്രശ്നമല്ല. ബാക്കി കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പം സംഘപരിവാറിനെ എതിർത്തൊന്നും പറഞ്ഞ വലിയ വിഷയമൊന്നും വരാൻ സാധ്യതയില്ല. ഇനിയിപ്പോൾ വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ ഉത്തരേന്ത്യയിൽ നിന്ന് ഒരു ദേശീയ നേതാവ് വന്ന് മത്സരിക്കുമ്പോൾ ഈ പറയുന്ന ലീഗിനോട് ഐത്തം. ഇവർ പിന്നെ എന്ത് ധൈര്യത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ നരേന്ദ്രമോദിക്കും അമിത്ഷായുടെയും ഭരണത്തെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വെറും വിടുവായത്തം, ജനങ്ങളെ പച്ചയ്ക്ക് പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ലീഗ് പ്രവർത്തകരെ വെറുതെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വെറും നാടകം മാത്രം. അക്ഷരാർത്ഥത്തിൽ അവരുടെ എല്ലാ ഉള്ളിൽ ആ ഒരു വിധേയത്വമാണ്, എവിടെ മതേതരത്വം. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ പ്രിയങ്ക ഗാന്ധിക്കും ഈ പറയുന്ന ഒരു പച്ച നിറത്തോടുള്ള പേടി കാര്യമായി ഉണ്ട് എന്നുള്ള കാര്യം ലീഗുകാരെങ്കിലും ഒന്ന് തിരിച്ചറിയുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.